അപ്പം ഞങ്ങളുടെ ബാക്കി ഊട്ടി വിശേഷങ്ങൾ അറിയണ്ടേ. അങ്ങനെ ഒരു ചെറിയ മയക്കമൊക്കെ പാസ്സാക്കി നേരെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എത്തിയത് മൈസൂരിൽ. അപ്പം വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇത്രയും പേരെയും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഹോട്ടലിൽ ഇറങ്ങി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്കിന് നല്ലൊരു സമയം പോകും. ഇതൊരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ടും ഊട്ടിയിൽ ഇപ്പോൾ നല്ല റഷ് ആയതുകൊണ്ടും നല്ല ട്രാഫിക് ഉണ്ടെന്നും മുന്നേ തന്നെ നമ്മൾ ന്യൂസ് വഴിയൊക്കെ അറിഞ്ഞത് കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് ഊട്ടിയിൽ എത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾ മൈസൂരിലുള്ള ഒരു കേറ്ററിംഗ് സർവീസ് ഒരു ചേച്ചി അനിയത്തിയും കൂടെ നടത്തുന്ന മലയാളീസാണ്. അവരെ നമ്മൾ ഫുഡും കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നു. ഓൺ ദ വേയിൽ അവർ നമുക്ക് തന്നു. ഫുഡ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തി എല്ലാവരും കൂടെ കൂടി നിന്ന് കഴിച്ചു. നല്ലൊരു ഹോംലി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഇനി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ വീണ്ടും കയറി. അപ്പോൾ അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞു. ഇനി അല്പം റെസ്റ്റ് ആവാം. അങ്ങനെ ഞാൻ ആ സീറ്റൊക്കെ ഒന്ന് ചാരി ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ രണ്ട് സൈഡിലേക്ക് നോക്കിയപ്പോൾ നിറയെ ചുമന്ന പൂക്കളുള്ള ഈ മരങ്ങൾ കാണുന്നത്. ചുമന്ന പൂക്കളുള്ള മരം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇപ്പുറത്തിരുന്ന ആളെന്നോട് തിരുത്തി പറഞ്ഞു ഇതിന് പറയുന്ന പേരാണ് ഗുൽമോഹർ ട്രീ. അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ടയ്ക്ക് എത്തി. ഞങ്ങളുടെ തേജസ് ബസ് കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചകൾ. ഇനിയുള്ള ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? റോഡിൻ്റെ രണ്ട് വശത്തുമുള്ള മൃഗങ്ങളുടെ എണ്ണം എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കാടും മേടും വന്യമൃഗങ്ങളും ട്രാഫിക്കും ഒക്കെ താണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ ജംപ് പാർക്ക് റിസോർട്ടിലേക്ക്. അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വേണ്ടി റൂമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളെയും കാത്തു നിൽക്കുന്നത് ആര്? നമ്മുടെ സജിത്തും കുടുംബവും. അപ്പൊ നമ്മുടെ ഊട്ടി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ നിങ്ങളെ വെറുപ്പിക്കും ഗൈസ്. ടിൽ ദെൻ ബൈ ബൈ.